ഈ വീക്ക് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു നോക്കിയാലോ? വീഡിയോ ഫുള്ള് കാണാം, ഡീറ്റെയിൽസ് പറയാം. ഒരു കാര്യം അറിയാം, എല്ലാവരും 26,200 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. സോ അതുകൊണ്ട് ഇനി അങ്ങോട്ട് മാർക്കറ്റിൽ നല്ലൊരു റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ന രീതിയിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. ആ കാര്യമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. സോ ഈ വീക്ക് കടക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് വീക്ക് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ആൻഡ് അതിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കാം. കാരണം എന്താ, നമുക്ക് താഴേക്കുള്ള മൂവും കിട്ടിയായിരുന്നു, മേലേക്കുള്ള മൂവും കിട്ടിയായിരുന്നു. സോ അത് ഞാൻ കെയർ ചെയ്ത് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ അത് ഷെയർ ചെയ്തതൊക്കെ സ്പ്രെഡ് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് നമ്മുടെ റിസ്ക് മാനേജ് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇപ്പോഴും ലോസിലുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് മീൻസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റിനെ കൺസിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്പ്രെഡ് സ്ട്രാറ്റജി ഉപയോഗിക്കാം. വയ്ക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അതിന്റെ ഡീറ്റെയിൽ ഉണ്ട്, വന്നവർക്ക് അതിൽ കമന്റ് ചെയ്യാം. സോ അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് സ്പ്രെഡ് സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ടത്, നിങ്ങൾക്ക് ഓവർനൈറ്റ് റിസ്കോ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എന്നുള്ള കാര്യങ്ങളില്ല, SL ഹിറ്റ് ആവും എന്നുള്ള പേടിയില്ല. സോ അത് വലിയൊരു റിലീഫ് ആയിരിക്കും. ആൻഡ് നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവും. സോ അങ്ങനത്തുള്ള യാതൊരുവിധ കാര്യങ്ങളും നമുക്ക് സ്പ്രെഡിൽ ഉപയോഗിച്ചാൽ ഉണ്ടാവില്ല. അതോടൊപ്പം നമ്മൾ വർക്ക് എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഒരുപാട് നേരം സ്ക്രീൻ നോക്കിയിരിക്കാനൊന്നും പറ്റില്ല. സോ നമുക്ക് എന്താക്കാം, ഒരു ആൽഗോ ചെയ്യുന്ന മാതിരി ഈസി ആയിട്ട് നമുക്ക് സ്പ്രെഡ് സ്ട്രാറ്റജി ഉപയോഗിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. സോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൽ വന്നിട്ട് കമന്റ് ചെയ്താൽ മതി, നമുക്ക് പഠിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ആഴ്ച എന്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത്രയും ദിവസം എന്താ കാണാൻ കഴിഞ്ഞത്, അതായത് നമുക്ക് ഈ ഒരു 200 എന്ന ലെവലിൽ മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്, അല്ലേ? ഈ ഒരു ലെവലിലേക്ക് റെസിസ്റ്റൻസ് എടുത്തു. ലാസ്റ്റ് ഫ്രൈഡേ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. സോ ആ ബ്രേക്ക് ഔട്ട് ഓൾറെഡി റീസെന്റ് ആയിട്ട് മാർക്കറ്റ് എടുത്ത ഒരു ഹൈൻ്റെ അവിടെയാണ് തന്നേക്കുന്നത്. സോ അവിടെയാണ് മാർക്കറ്റ് ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസ് ആക്കുന്നത്. ആൻഡ് ഇനി നമുക്ക് മൺഡേ ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓൾറെഡി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഓപ്പണിംഗ് തന്നെ ആയിരിക്കും. ഈവൻ ഏഷ്യൻ മാർക്കറ്റൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇതിന്റെ മേളിൽ തന്നെ ആയിരിക്കും ഓപ്പണിംഗ് കിട്ടാനുള്ള ചാൻസ് വരുന്നത്. സോ അങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചാടി കയറിയിട്ട് വീണ്ടും ഒരു കോൾ ഓപ്ഷൻ എടുത്ത് മേടിച്ച് ഇതാക്കരുത്, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് രണ്ടും കണ്ടില്ലായിരുന്നു. ഈ സൈഡ് വേസ് റേഞ്ചിൽ മാർക്കറ്റ് താഴെ വന്നിട്ട് ലിക്വിഡിറ്റി കാര്യങ്ങൾ എടുത്തു, വീണ്ടും ഒന്നും കൂടി ഒരു സപ്പോർട്ട് വന്നിട്ടാണ് മാർക്കറ്റിൽ മേളിലേക്ക് വന്നത്. ആക്ച്വലി ഇതൊരു അപ് ട്രെൻഡ് സ്ട്രക്ചറിലാണ് ഇപ്പോൾ വീണ്ടും അത് ഫോം ചെയ്ത് ഇരിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇതിന്റെ മേളിൽ മാർക്കറ്റിൽ എന്ത് വരും, ഇവിടെ ഇതിന്റെ മേളിൽ നമുക്ക് ഒരു സൈഡ് വേസ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യാനുള്ള മാക്സിമം ചാൻസ് ഉണ്ട്. സോ ആ സൈഡ് വേസ് റേഞ്ച് വരുമ്പോൾ ആ റേഞ്ചിൽ നിന്നുള്ള ബ്രേക്ക് ഔട്ടിന് വേണമെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് പ്രതീക്ഷിക്കാം. അത് അല്ല എങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും ഇതേപോലെ, അതായത് ഇവിടെ നിന്ന് താഴേക്ക് ഇവിടെ ഇങ്ങനെ വന്നിട്ട് മേളിലേക്ക് പോയിട്ടുള്ളത് പോലെ തന്നെ വീണ്ടും ഇവിടെ നിന്ന് താഴേക്ക് വരാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേയ്സിൽ വരുന്ന ഇവൻ മൺഡേ ട്യൂസ്ഡേ ഏത് റേഞ്ചാണ് ഇവിടെ സൈഡ് വേസ് എടുക്കുന്നുണ്ടോ ആൻഡ് ആ റേഞ്ചിന്റെ ബ്രേക്ക് ഔട്ട് തരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ആ റേഞ്ചിന്റെ ബ്രേക്ക് ഔട്ട് താഴേക്കാണെങ്കിൽ മിക്കവാറും ട്രേഡ് താഴേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതല്ല നമുക്ക് റേഞ്ച് ബ്രേക്ക് ഔട്ട് മേളിലേക്കാണെങ്കിലായിരിക്കും നമുക്കൊരു വീണ്ടും ഒരു ഹൈ കിട്ടാനുള്ള ചാൻസ് വരുന്നത്. സോ വാച്ച് ചെയ്യുക. ആൻഡ് ഇതിനനുസരിച്ചുള്ള ട്രേഡ്സ് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റിയിലായിരിക്കും ഇടുന്നത്. സ്പ്രെഡ് ട്രേഡ് തന്നെയായിരിക്കും. താല്പര്യമുള്ളവർക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തു പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കമന്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പഠിച്ചതിന് വീഡിയോയിൽ കാണാം. സീ ബൈ.